വൃശ്ചിക രാശിക്കാരുടെ മെയ് 12 മുതൽ 18 വരെയുള്ളൊരു ഫലം ശ്രദ്ധിക്കാം. ഈ ഒരാഴ്ച, അതായത് വൃശ്ചിക രാശിക്കാർക്ക് മെയ് 12 മുതൽ 18 വരെ പൊതുവേ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ സന്തോഷവും പുരോഗതിയും അനുഭവിക്കാൻ സാധിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ അല്പം ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരും. ചില ചെറിയ വിഷമങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വൃശ്ചിക രാശിക്കാർക്ക്, അതായത് മെയ് 12 മുതൽ 18 വരെ കാണുന്നുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ, മെയ് 12 മുതൽ അങ്ങോട്ട് തുടക്കത്തിൽ അല്പം മന്ദത അനുഭവപ്പെട്ടേക്കാം. കാര്യങ്ങൾ പതിയെ മാത്രം മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നും, ഒരു മന്ദത ഉണ്ടാകും. എങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ വൃശ്ചിക രാശിക്കാരുടെ ഊർജ്ജസ്വലത വർദ്ധിക്കുകയും കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മുന്നോട്ട് പോകുകയും ഒക്കെ തന്നെ ചെയ്യും. സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം. അവരുടെ സഹായമൊക്കെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നന്നായിട്ട് ആലോചിക്കണം. തിടുക്കത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ഖേദത്തിന് ഇടയാക്കിയേക്കാം. ആയതിനാൽ തിടുക്കത്തിൽ ഒരു കാര്യവും വൃശ്ചിക രാശിക്കാർ പൊതുവിൽ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സമയം മെയ് 12 മുതൽ 18 വരെ ചെയ്യരുത്. ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. അത് ജോലി ഭാരം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വർധനവിലൂടെ മാനസിക വിഷമങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം ജോലി സ്ഥലങ്ങളിൽ നിലനിർത്താൻ ശ്രമിക്കണം. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പുതിയ അവസരങ്ങളൊക്കെ തന്നെ തേടിയെത്തിയേക്കാം. ആ അവസരങ്ങളെ വളരെ ഭംഗിയായിട്ട് യുക്തിപൂർവം ആലോചിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആഴ്ച കൂടുതൽ ശ്രദ്ധയും നിക്ഷേപവും ഒക്കെ ആവശ്യമായിട്ട് വരാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അത്ര അനുകൂലമുള്ള ഒരു സമയവും സാഹചര്യവുമല്ല. ആയതിനാൽ പുതിയ സംരംഭങ്ങൾ നോക്കിയും കണ്ടും തുടങ്ങുന്നത് ഉചിതമായിരിക്കും. വൃശ്ചിക രാശിക്കാർ മെയ് 12-നും 18-നും ഇടയ്ക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ആലോചിച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ. സാമ്പത്തിക കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച വൃശ്ചിക രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതികൾ വലിയ മാറ്റം ഉണ്ടാകാനൊരു സാധ്യതയില്ല. വരവും ചെലവും ഒക്കെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാനുള്ളൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കും. അനാവശ്യമായ ചിലവുകളൊക്കെ തന്നെ നമ്മൾ നിയന്ത്രിക്കുക. നമ്മൾ ശ്രമിച്ചാലേ നടക്കത്തുള്ളൂ. കൂടുതൽ ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് കാശ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ. ഇപ്പം നമ്മുടെ കയ്യിൽ കാശ് പൊതുവിൽ കുറവാണ്, ഗൂഗിൾ പേ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പണം കൈകാര്യം ചെയ്യുക. അനാവശ്യമായ ഒരു പണം ഇങ്ങനെ ചിലവാക്കുന്നത് ഒഴിവാക്കണം. നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപ്, അത് ചിലപ്പോൾ ഓഹരി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നിക്ഷേപങ്ങളൊക്കെ തന്നെ വൃശ്ചിക രാശിക്കാർ ഈ ഒരാഴ്ച നടത്തുന്നതിന് മുൻപ് ആ മേഖലകളിലെ വിദഗ്ധരുടെ ഉപദേശം തേടിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. എങ്കിലും ചെറിയ ശാരീരിക അസ്വസ്ഥതകളുണ്ടാകും. മാനസികമായ പിരിമുറുക്കം ഒഴിവാക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വിശ്രമിക്കാനുമൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിലെ കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതുണ്ടാകാതെ നോക്കുക. നമ്മുടെ പെരുമാറ്റമാണ് എല്ലാത്തിനും വലുത്. അപ്പോൾ സൗമ്യമായ പെരുമാറ്റം നിലനിർത്താനായിട്ട് ശ്രമിക്കണം. പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ, നമ്മുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, മുതിർന്ന ആളുകൾ, അച്ഛനമ്മമാർ, രക്ഷകർത്താക്കൾ തുടങ്ങിയ ആര് വേണോ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കണം. പഠിക്കുന്ന ആളുകൾക്ക്, വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും. പുതിയ കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം കാണുന്നുണ്ട് കേട്ടോ. അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ പിന്തുണ നമ്മൾ ലഭ്യമാക്കുക. ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. തിടുക്കത്തിൽ തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാതിരിക്കുക. അനാവശ്യമായ തർക്കങ്ങളിലും ഏർപ്പെടരുത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ ഒരാഴ്ച
വൃശ്ചിക രാശിക്കാർ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ വൃശ്ചിക രാശിക്കാരുടെ മെയ് 12 മുതൽ 18 വരെയുള്ള ഒരു വാരഫലമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരാഴ്ചയാകട്ടെ ഈ വരുന്ന ആഴ്ച എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.